ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫ്രോക്കിൻ്റെ സ്കേർട്ട് പാർട്ടിന് പേച്ച് ഇടുന്ന ഈസി മെത്തേഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന നെറ്റ് എടുക്കുക. എന്നിട്ട് അതൊന്നായിട്ട് നിവർത്തിയതിന് ശേഷം അതിൻ്റെ ഒരു തലഭാഗം ഇതുപോലെ എടുത്ത് പേച്ച് ഇട്ട് തുടങ്ങുക. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ ചുരുക്കി വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റുള്ളവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. ഓക്കെ, കണ്ടല്ലോ, ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് പേച്ച് കിട്ടും. കണ്ടല്ലോ, ഞാനിവിടെ സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്ത് ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനേക്കാട്ടിലും എളുപ്പം കൈകൊണ്ട് ചെയ്യുന്നത് തന്നെ. ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇതിന് മുന്നേ ഒക്കെ വിട്ടിട്ടുണ്ട്. എല്ലാവരും ചാനലിൽ പോയി വീഡിയോ ഒക്കെ ഒന്ന് നോക്കണേ. അപ്പോൾ നെറ്റ് ഇവിടെ എല്ലാം പേച്ചിട്ട് കഴിഞ്ഞു. കണ്ടല്ലോ, ഇതുപോലെ കിട്ടി. ഇനി യോക്ക് പാർട്ടിൻ്റെ വേസ്റ്റ് വിഡ്ത്ത് അളവെടുത്തതിന് ശേഷം അതിനനുസരിച്ച് ഈ ഒരു സ്കേർട്ടിൻ്റെ പാർട്ടും നമുക്ക് ഇനിയും ചുരുക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് കാണാം. നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ വേസ്റ്റ് വിഡ്ത്ത് 12 ആണ്. അപ്പം ഈ ഒരു നെറ്റ് ഇതുപോലെ 2 ഫോൾഡറായി വെച്ചതിന് ശേഷം 12 അളന്നതിന് ശേഷം ഇത്രയും ഭാഗം ഏറെയുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഒരു നൂല് കണ്ടല്ലോ, ഒരു നൂല് മാത്രം പിടിച്ച് ഇതുപോലെ വലിച്ച് ചുരുക്കിയിട്ട് കൊടുക്കുക. ഈ ഒരു നൂല് വലിക്കുമ്പോൾ പൊട്ടിപ്പോകാതെ സ്മൂത്തായിട്ട് വലിച്ച് എടുക്കണം. പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചെടുത്താൽ നൂല് പൊട്ടി ഒന്നായിട്ട് കൊളാവും. അപ്പോൾ മെല്ലെ വലിച്ച് ഇത് ഒന്നായിട്ട് നല്ല രീതിയിൽ ചുരുക്കിയെടുക്കുക. കണ്ടല്ലോ, ഞാനിവിടെ ചുരുക്കിയെടുത്തു. 12 വിടുത്താക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇനി അടുത്തതായിട്ട് ക്രേപ്പ് ലൈനിങ്ങും ഇതുപോലെ തന്നെ ചുരുക്കിയെടുക്കുക. അപ്പം ക്രേപ്പ് ലൈനിങ് 2 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് രണ്ടും ആദ്യം ഒന്ന് ജോയിൻ ആക്കുക. അത് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ നെറ്റ് പേച്ചിട്ടതുപോലെ തന്നെ ഈ ഒരു ക്രേപ്പ് ലൈനിങ്ങും അതുപോലെ തന്നെ പേച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് 12ലേക്ക് തന്നെ കൊണ്ടുവരിക. കണ്ണിലെ ക്രേപ്പ് ലൈനിങ്ങും അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ പേച്ചിട്ട് കൊടുക്കുക. കണ്ടല്ലോ, നമ്മുടെ ക്രേപ്പ് ലൈനിങ്ങും ഇതുപോലെ പേച്ചിട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് അളന്ന് നോക്കുക. കണ്ടല്ലോ, ഏറെ ഉണ്ട്. അപ്പം നെറ്റ് ചെയ്തതുപോലെ തന്നെ നൂല് വലിച്ച് പ്ലേറ്റ്സ് ചുരുക്കി എടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ സ്മൂത്തിൽ വേണം വലിക്കാൻ, അല്ലെങ്കിൽ പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 ഭാഗത്തും ഇതുപോലെ ഒരു നൂല് വലിച്ച് ചുരുക്കി നമ്മുടെ അളവിനനുസരിച്ച്
ബീഡ്സ് ഇടുക. അതിനുശേഷം അളന്ന് നോക്കുക. കണ്ടല്ലോ, നമ്മുടെ അളവ് കിട്ടി. അപ്പം നമ്മുടെ നെറ്റും ക്രേപ്പ് ലൈനിങ്ങും പേഴ്സിട്ട് നമ്മുടെ അളവിനനുസരിച്ച് കിട്ടി. ഇനി അടുത്തതായി കോട്ടൺ ലൈനിങ് ആണ്. കോട്ടൺ ലൈനിങ് ഞാനിവിടെ അംബ്രല്ല കട്ടിങ്ങിലാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഒരു ഭാഗത്ത് ഒരു പീസ് വെക്കാനുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ ആ ഒരു പീസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിഫ് നെറ്റ് അറ്റാച്ച് ചെയ്യാനുമുണ്ട്. അതൊക്കെ വീഡിയോയിൽ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ. ഈ ഒരു ഫ്രോക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിന് മുന്നേ ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റ്സ് ഇടുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിക്ക് വിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ വിടുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്തു. കണ്ടല്ലോ, ഇതുപോലെ കിട്ടി. ഇനി സ്റ്റിഫ് നെറ്റ് അറ്റാച്ച് ചെയ്യാനുണ്ട്. അത് ഈ കോട്ടൺ ലൈനിങ്ങിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇതുപോലെ 2 ഫോൾഡറായി വെച്ചതിന് ശേഷം മുകളിൽ നിന്നും 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. അങ്ങനെ ചുറ്റുഭാഗവും 6 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ഒരു മാർക്കിങ്ങിലാണ് നമ്മൾ സ്റ്റിഫ് നെറ്റ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഒരു വിഡ്ത്ത് 12 തന്നെ ഉണ്ട്. ഇതുപോലെ എല്ലാ ഭാഗത്തും 6 ഇഞ്ച് അല്ലെങ്കിൽ 6.5 ഇഞ്ചൊക്കെ അടയാളപ്പെടുത്തി ആ ഒരു മാർക്കിങ്ങിലൂടെ സ്റ്റിഫ് നെറ്റ് അറ്റാച്ച് ചെയ്യുക. സ്റ്റിഫ് നെറ്റ് 2 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് ഇങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം ആ ഒരു മാർക്കിങ്ങിൽ നമുക്ക് ഇത് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അധികം പ്ലേറ്റ്സ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, നോർമലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെ വെച്ചതിന് ശേഷം പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക. സ്റ്റിഫ് നെറ്റ് വെക്കാതെയും സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ സ്റ്റിഫ് നെറ്റ് വെക്കുന്നത് ഒന്ന് പഫിയായി നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ സ്റ്റിഫ് നെറ്റ് വെക്കാതെയും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കണ്ടല്ലോ, ഇതുപോലെ സ്റ്റിഫ് നെറ്റ് അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു കോട്ടൺ ലൈനിങ്ങിൻ്റെ മുകളിൽ ക്രേപ്പ് ലൈനിങ് നല്ല ഭാഗം മുകളിലേക്ക് വെച്ച് ഇതുപോലെ വെക്കുക. നല്ല ഭാഗം മുകളിലായിട്ട് വരണം. എന്നിട്ട് അതിന് മുകളിലായിട്ട് നെറ്റ് വെക്കുക. എന്നിട്ട് 3 പീസും ഈ ഒരു എഡ്ജ് ഭാഗം കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം 3 പീസും ജോയിൻ ചെയ്യുക. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിലും വീഡിയോയിൽ വളരെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. ഏറ്റവും താഴെ കോട്ടൺ ലൈനിങ്, അതിന് മുകളിലായിട്ട് ക്രേപ്പ് ലൈനിങ് നല്ല വശം മുകളിലേക്ക് വെച്ച് അതിന് മുകളിലായിട്ട് നെറ്റ് വെക്കുക. എന്നിട്ട് ഒന്നായിട്ട് ജോയിൻ ചെയ്യുക. ഇതുപോലെ വെക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം അറ്റാച്ച് ചെയ്യാൻ. നല്ല കറക്റ്റാക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, നമ്മുടെ
3 പാർട്ടും അറ്റാച്ച് ചെയ്തു. കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും നെറ്റും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി ഇതുപോലെ പിടിച്ച് അതിൻ്റെ ആ ഒരു സൈഡ് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ആദ്യം നമ്മൾ നമ്മുടെ വേസ്റ്റ് വിഡ്ത്ത് അളന്നതിന് ശേഷം അതിനനുസരിച്ച് കറക്റ്റായിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ യോക്ക് പാർട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സ്കേർട്ട് പാർട്ട് യോക്ക് പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ യോക്ക് പാർട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഇതിന് മുന്നേയൊക്കെ ഉള്ള വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പോയി കാണുക. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പ്ലീറ്റ്സ് ഇടുന്ന മാത്രമാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് യോക്ക് പാർട്ടൊന്നും കാണിക്കാത്തത്. ഇനി ഇതിൻ്റെ എല്ലാ പാർട്ടും ഒരേ കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, വീഡിയോയിൽ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. കണ്ടല്ലോ, എല്ലാ പാർട്ടും ഒരേ കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം ഈ ഒരു സ്റ്റിഫ് നെറ്റ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഉള്ളിലുള്ള ക്രേപ്പ് ലൈനിങ്ങും നെറ്റും ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഈ ഒരു സ്റ്റിഫ് നെറ്റും കോട്ടൺ ലൈനിങ്ങും മാത്രം പുറത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. കുറച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്റ്റിഫ് നെറ്റ് ഉള്ളിലേക്ക് വെച്ച് കോട്ടൺ ലൈനിങ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇനി സ്റ്റിഫ് നെറ്റും മാത്രം സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഓരോ പാർട്ടും ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിലും വീഡിയോയിൽ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ ഓരോ പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ക്രേപ്പ് ലൈനിങ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാനുള്ളത്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ വിടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ക്രേപ്പ് ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ലാസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മുടെ നെറ്റാണ്. കണ്ടല്ലോ, ഇതുപോലെ ലാസ്റ്റ് നെറ്റും കൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിയാനായി. അപ്പോൾ നമ്മുടെ സൈഡ് അറ്റാച്ചിങ് കഴിഞ്ഞു. കണ്ടല്ലോ, ഇതുപോലെ കിട്ടി. ഇനി ക്രേപ്പ് ലൈനിങ്ങിൻ്റെയും കോട്ടൺ ലൈനിങ്ങിൻ്റെയും എഡ്ജൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് യോക്ക് പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, നല്ല ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷമാണ് യോക്ക് പാർട്ടിൽ അറ്റാച്ച് ചെയ്യേണ്ടത്. അതൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമുള്ളൂ. സ്കേർട്ടിന് എങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് എന്നുള്ള ഈസി മെത്തേഡാണ് ഇന്ന് കാണിച്ചത്. ഓക്കെ, അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.